നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ധ്യാനമാണ് പരിശീലിക്കാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഹോമ മന്ത്രത്തിലൂടെ ഒരു ധ്യാനം എങ്ങനെ പരിശീലിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനായി സ്വസ്ഥമായി മുദ്രയിലിരിക്കാം, തണ്ടൽ നിവർത്തി കണ്ണുകളടച്ചിരിക്കാം. ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്കെടുക്കാം, പൂർണ്ണമായും പുറത്തേക്ക് വിടാം. ഈ ശ്രദ്ധ പരിപൂർണമായി ശ്വാസത്തിലേക്ക് കൊടുക്കൂ. അകത്തോട്ടും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കാം. സാവധാനം ആ ശ്രദ്ധയെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്തിലോട്ട് കൊണ്ടുവരാം. അവിടെ ഒരു നെയ്ത്തിരിനാളം കത്തി ജ്വലിച്ചു നിൽക്കുന്നതായി സങ്കല്പിക്കൂ. ഇതാണ് നമ്മളുടെ ഹോമകുണ്ഡം. ഇതിലേക്ക് നമ്മൾ ഹവിസ്സുകളായി സമർപ്പിക്കുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളെയാണ്. ഏതെല്ലാമാണ് നെഗറ്റീവ് ചിന്തകൾ? കാമം, ക്രോധം, ആസക്തി, വിദ്വേഷം, ദുരാഗ്രഹം, അത്യാർത്തി, ഭയം, കോപം ഇത്യാദി നെഗറ്റീവ് ചിന്തകളെയാണ് നമ്മൾ ഈ ഹോമാഗ്നിയിൽ ഹവിസ്സുകളായി സമർപ്പിക്കുന്നത്. നമ്മൾക്കും ഈ ഭൂലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും 4 ദിക്കുകളുണ്ട്. ഈ ദിക്കുകൾക്ക് ഓരോ ദേവതമാരുണ്ട് എന്നാണ് സങ്കല്പം. ആ ദേവതമാരുടെ പ്രേരണ മൂലമാണ് നമ്മളിൽ ഈ നെഗറ്റീവ് ചിന്തകൾ വന്നു പതിക്കുന്നത്. അതുകൊണ്ട് ഈ ഹോമാഗ്നിയിലേക്ക് ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം സമർപ്പിച്ച് ആ ദേവതമാർക്ക് തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. അതിനായി ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുക്കൂ. ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഹോമമന്ത്രം ഉരുവിടാം. അഗ്നേയത്തേജസ്തത് ബ്രാഹ്മം അധസ്തം പ്രത്യക്ഷം ബ്രഹ്മാസി തദീവ ഇന്ദ്രിയാണി മനോബുദ്ധിരതി സപ്ത ജിഹാഹ ത്വയി വിഷയ ഇതി സമിതോ ജുഹോമി അഹമിത്യാജം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയച്ച പ്രയച്ഛ സ്വാ.